ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു നാടൻ ചക്ക എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു ഏകദേശം പഴുത്തിട്ടുള്ള, ഇന്ന് അധികം പഴുക്കാത്ത കുറച്ച് ചക്ക വേണം. ചക്ക നമുക്ക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മുടെ കുക്കറിൽ നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിൽ മുളക് പൊടി ഇപ്പോൾ 2 ടീസ്പൂണായിട്ട് ഇടുന്നത് ഞാൻ ചെറിയ സ്പൂണാകാനാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു സ്പൂൺ എടുത്താൽ മതിയാവും മുളക് പൊടി. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എത്രയാണോ നമ്മൾ ചക്ക എടുക്കുന്നത് അതിന് വേണ്ടവോളം കുറച്ച് വെള്ളം, അപ്പോൾ 1 ഗ്ലാസ്സോളം വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം എടുക്കുക. പിന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ചിരവിയതാണ്, ഒരു നാളികേരം മൊത്തമായിട്ട് ചിരവിയതാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യാനുസരണം വേണ്ട എരിവിന് വേണ്ട മുളക് വേണം. ഇപ്പോൾ ഇവിടെ അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ട് തന്നെ ഞാനൊരു 7 മുളകോളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ അടിച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. നന്നായിട്ട് പേസ്റ്റ് ആക്കുന്നവർക്ക് ആക്കാം. ഇതുപോലെ ചെറിയൊരു അളവിൽ ഫുള്ളായിട്ട് അടിച്ചെടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഒരു വിസിലിന് ശേഷം നമ്മൾ വെന്തിട്ടുള്ള ചക്ക എടുക്കുക. എന്നിട്ട് അതിലേക്ക് എയറൊക്കെ പോയതിന് ശേഷം നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക, ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ചെറിയ തള വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കടുകും അതുപോലെ തന്നെ വറ്റൽ മുളകും ഒക്കെ നമ്മുടെ കറി ലീഫൊക്കെ ഇട്ടിട്ട്, നമ്മുടെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് നമ്മൾ ചൂടാക്കിയെടുക്കുക വറവിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ഇതിൻ്റെ ഒപ്പം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങ. നമ്മൾ ഒരു തേങ്ങ ഫുള്ള് ചിരവണയിൽ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ കടുകും അതുപോലെ തന്നെ മുളകും പിന്നെ കറി ലീഫും ഇട്ടിട്ട് ഈ ഒരു വറവ് ഇടണ സമയത്ത് നമുക്ക് ആ ഒരു തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതൊരു ഏകദേശം ഒരു ഗോൾഡൻ കളറാവണ വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മുളകും കറി ലീഫ് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ തേങ്ങയും ഗോൾഡൻ കളറാവാൻ വരെ വെയിറ്റ് ചെയ്തിട്ട് അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. ഈ സമയം ചക്കയുടെ ഒരു സീസണാണ്. അപ്പോൾ നമ്മൾ മുന്നേ ചക്ക വരട്ടിയത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നല്ല രുചിയാണ്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു സോ മച്ച്.